എന്താ മോനെ? എന്താണ് ഇത്ര വലിയ ദേഷ്യവും സങ്കടവും? പുസ്തകങ്ങളോടാണോ ദേഷ്യം? അതെ സിസ്റ്റർ, എനിക്ക് ഒന്നിനും ഒരു സമാധാനവുമില്ല. സ്കൂളിൽ പോയാൽ പഠിത്തം, വീട്ടിൽ വന്നാൽ പരീക്ഷാ പേടി. പോരാത്തതിന് ഇന്ന് എന്റെ കൂട്ടുകാരൻ എന്നോട് വഴക്കിടുകയും ചെയ്തു. എനിക്ക് ജീവിതം മടുത്തു. കഷ്ടമായി പോയല്ലോ. പക്ഷെ മോനെ, ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ജീവിതം മടുത്തു എന്ന് പറയാമോ? നമ്മൾ കാണുന്ന ഈ ലോകം മുഴുവൻ സന്തോഷം മാത്രമല്ലല്ലോ, ചെറിയ ബുദ്ധിമുട്ടുകളും കാണും. എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട സിസ്റ്റർ. എനിക്ക് എപ്പോഴും സന്തോഷം മാത്രം മതി. എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം പ്രാർത്ഥന കേൾക്കാത്തതല്ല മോനെ, ചിലപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും. നീ ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അമ്മ ഒരുപാട് രോഗികളെയൊക്കെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതെ, പക്ഷേ മറ്റുള്ളവരുടെ രോഗം മാറ്റിയ അൽഫോൺസാമ്മ തന്റെ ജീവിതകാലം മുഴുവൻ കഠിനമായ രോഗങ്ങളിലൂടെയാണ് കടന്നുപോയത്. കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തത്ര വേദന അമ്മ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും കഠിനമായ വേദനയോ? എന്നിട്ട് അമ്മ ദൈവത്തോട് പിണങ്ങിയില്ലേ? എനിക്ക് മാത്രം എന്തിനാ ഈശോയെ ഇത്രയും രോഗം തന്നതെന്ന് ചോദിച്ചില്ല? ഒട്ടുമില്ല. പകരം അമ്മ ഈശോയോട് പറഞ്ഞത് എന്താണെന്നോ? ഈശോയെ, എനിക്ക് ഇനിയും വേദനകൾ തരണമേ, അതെല്ലാം നിന്നെ ഓർത്ത് ഞാൻ സഹിച്ചോളാം എന്നാണ്. വേദനകൾക്കിടയിലും അമ്മയുടെ മുഖത്ത് എപ്പോഴും ഒരു മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു സിസ്റ്റർ. എനിക്കൊരു ചെറിയ തലവേദന വരുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തുവാറുണ്ട്. ഇനി ഞാൻ സങ്കടപ്പെടില്ല. പരീക്ഷാ പേടിയും വിഷമങ്ങളും വരുമ്പോൾ ഞാനത് ഈശോയ്ക്ക് കാഴ്ചവെക്കും. മിടുക്കൻ. വേദനകളെ പുഞ്ചിരിയോടെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയോട് കൂടുതൽ അടുക്കും. ഞാനിനി പോകട്ടെ മോനെ. ഞാൻ സിസ്റ്ററുടെ പേര് ചോദിക്കാൻ മറന്നു. ഇവിടെ നിന്ന് ഞാൻ സിസ്റ്ററിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സിസ്റ്ററുടെ പേര്? എന്റെ പേര് അൽഫോൺസ എന്നാണ്. എന്റെ ഈശോയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അൽഫോൺസയോ? മുഖത്തെ ആ പുഞ്ചിരി, കയ്യിലെ ആ കുരിശ്. ദൈവമേ, ഇപ്പോൾ എത്ര നേരം എന്നോട് സംസാരിച്ചത് ഭരണജ്ഞാനത്തെ വിശുദ്ധ അൽഫോൺസാമ തന്നെയല്ലേ?